നമ്മുടെ വൺ ഡേ സ്റ്റോറി നമുക്ക് ഫുള്ളൊരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടാലോ. നേരത്തെ ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാ വർഷവും തറവാട്ടിൽ പോകും, അതായത് കന്യാകുമാരിയിൽ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ഓണം വെക്കേഷൻ വന്നാൽ 3 ഓണം അല്ലെങ്കിൽ 4 ഓണം കന്യാകുമാരി. ഞങ്ങൾ എല്ലാ വർഷവും ഓരോ സ്ഥലം പ്ലാൻ ചെയ്യും. ലാസ്റ്റ് വന്ന് നിൽക്കുന്ന കന്യാകുമാരിയിലാണ്. എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓരോ വർഷവും ഞങ്ങൾ ഇപ്രാവശ്യം വേറെ ബോണക്കാട് അങ്ങോട്ടൊക്കെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. വൺ ഡേ ട്രിപ്പേ നമുക്ക് നടക്കുള്ളൂ, കാരണം പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരോട്ട് പോകാൻ പറ്റും. ഞങ്ങൾ കന്യാകുമാരി ഇപ്രാവശ്യം പോയത് വലിയ കഥയാണ്. കാരണം രാവിലെ ഒരു 6:30 എണീറ്റാൽ നമുക്കൊരു 7:30-8 ആകുമ്പോൾ ഇവിടെ നിന്ന് തിരിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഞങ്ങൾ കന്യാകുമാരി പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി. എന്നിട്ട് ഒരു കാര്യവുമില്ല. അവർ കറക്റ്റ് സമയത്തിന് എണീറ്റ്, ഞാൻ കറക്റ്റ് സമയത്തിനല്ല എണീറ്റ്. അമ്മ എന്നെ ഒരു 6 മണിക്ക് വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി. അപ്പോൾ എണീറ്റപ്പോൾ ഒരു 7. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ കാര്യത്തിനൊരു തീരുമാനമായി, ഇനി എന്തായാലും പോകണം, നടക്കില്ല. ചോദിച്ചിട്ടും കാര്യമില്ല, കാരണം എൻ്റെ ഭാഗത്താണ്. എന്നിട്ട് ഞാൻ ഉളുപ്പില്ലാതെ ചോദിച്ചു പോവാമോ എന്ന്. പിന്നെ വേറൊരു കാര്യം, അവരുടെ കാര്യം ശരിയാക്കാതെ, അതായത് കുഞ്ഞിയുടെ ഐറയുടെ കാര്യം ശരിയാക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഫുഡൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പോവാം. അപ്പോൾ ഞങ്ങളൊരു 10:30-11 ആയപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം എന്തായാലും ഭയങ്കര ചൂടായിരിക്കുന്നു. ഉച്ച സമയത്തായിരിക്കും നമ്മൾ എത്തണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്ത് സാലഡും കോണും കൊണ്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നട്ടുച്ച. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹാന ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഇവിടെയും ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് വെജ് ബിരിയാണി, അമ്മ പറഞ്ഞത് പുലാവ്. പക്ഷേ എനിക്ക് കിട്ടിയത് പുലാവ്, അമ്മ കിട്ടിയത് വെജ് ബിരിയാണി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്ക. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് എത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കയറി റെസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തിറങ്ങിയത്. അതായത് ഒരു 1.5-2 മണിക്കൂർ ഞാൻ അതിൻ്റെ അകത്ത് കുത്തിയിരുന്നു വെറുതെ. അമ്മ എവിടെ പോയാലും അമ്മയുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടേ വരുള്ളൂ, അത് ഉറപ്പാണ്. നട്ടുച്ച ആയതുകൊണ്ട് നല്ല ചൂടും നല്ല വെയിലും നല്ല കാറ്റും ഉണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ സ്ഥിരം പരിപാടിയായ ഷെല്ല് പറക്കാൻ പോയി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ലേത്, എൻ്റെ കൂടെ ഞങ്ങൾ കുറച്ചേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞാൻ ആ കണ്ണാടി എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വീട്ടിലുള്ള കണ്ണാടി വെച്ച് നോക്കി. അതൊക്കെ കണ്ട് വന്നപ്പോഴാണ് അവിടെ ഈ റിങ് ഇടുന്ന സംഭവം വെച്ചേക്കണേ. സംഭവം എന്താണെന്ന് വെച്ചാൽ 10 റിങ് തരും 50 രൂപയ്ക്ക്. നമ്മൾ ഏതിലാണോ റിങ് ഇടുന്നത് അത് നമുക്ക് കിട്ടും. അങ്ങനെ അച്ഛൻ വലിയ കാര്യത്തിൽ പൈസ കൊടുത്തിങ്ങ് റിങ് വാങ്ങിച്ചു. കുറേ ഇട്ട് നോക്കി, കുറേ സാധനങ്ങളിൽ നോക്കി. ലാസ്റ്റ് വീണത് സോപ്പ് പെട്ടിയിലാണ്. പിന്നെ അതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഞങ്ങൾ നേരെ പ്ലാൻ ചെയ്ത് ശുചീന്ദ്രം പോകാമെന്ന്. പോണ വഴിക്കാണ് ഞാൻ ഈ ആറ് കണ്ടത്. നല്ല തണുത്ത വെള്ളമായിരുന്നു. ശുചീന്ദ്രം ആ സൈഡ് മൊത്തം ഈ ചകിരി ഉണക്കി അതിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറീസ് ആയിരുന്നു. അതുപോലെ കടലിൻ്റെ സൈഡ് ആയതുകൊണ്ടും ഈ മീനില്ലേ അതും ഉണക്കി കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 5:30-6 ആയപ്പോഴാണ് ശുചീന്ദ്രം എത്തിയത്. സന്ധ്യാസമയം ആയതുകൊണ്ട് വെയിലടിക്കുമ്പോൾ നല്ല രസമായിരുന്നു ആ ഗോപുരം കാണാനായി. ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സുഖവും സമാധാനവും തോന്നൂലേ, എനിക്ക് അതുപോലെയാണ് ഇവിടെ ശുചീന്ദ്രത്തും തോന്നുന്നത്. എനിക്കിങ്ങനെ ചില അമ്പലങ്ങളിൽ കുറേ നേരം ഇരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇവിടെ ആയാലും ചിദംബരത്തായാലും. ചിദംബരത്താണെങ്കിൽ സന്ധ്യയ്ക്ക് പോയാൽ നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നില്ല. ഭയങ്കര രസമാണ് ആ കാറ്റും ആ തണുപ്പും. നമുക്കവിടെ നിങ്ങൾ വരണമെന്നേ തോന്നില്ല. ഞാൻ നല്ല രീതിയിൽ ചിദംബരം മിസ്. ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നപ്പോൾ ഈ പട്ടിക്കുട്ടികളെ കണ്ട്. വേറൊരു എടുത്തു പറയേണ്ട കാര്യമാണ് സൂര്യാസ്തമയം. കാരണം അവിടെ നിന്ന് ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ഉള്ള ചന്തം ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വൺ ഡേ സ്റ്റോറി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം കാപ്പി സ്റ്റോറീസ്.